ആരുടെ യോഗക്കുറവാണെന്നും അറിഞ്ഞൂടാ. എന്തായാലും കാര്യം നടന്നില്ല. വിഷ്ണു ജയിലിൽ തന്നെ കിടക്കും. നീ ഈ വീട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യും. സിദ്ധുവിടെ സമ്മതിച്ചില്ലേ? ഇല്ല. അപ്പോ സിദ്ധുവിനോട് ചോദിക്കാതെയാണോ എന്നോട് നിങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ചത്? എന്റെ പ്രയാസം അവന് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചു. പറ്റിപ്പോയി. ഞാനാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചും പോയി. അപ്പൊ ഞാനോ? നിനക്കാ വിഷ്ണുവിനെ പുറത്തിറക്കേണ്ട കാര്യം. അത് ഇറക്കിയാലും ഇല്ലെങ്കിലും ഇത്രേ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂന്നോ? എനിക്കത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാ. ആരാടി വിഷ്ണു? അവന് വേണ്ടി നീ എന്തിനാ എങ്ങനെ കിടന്ന് ചാവുന്നത്? അതിന്റെ കാരണമൊന്നും നിങ്ങൾ അറിയണ്ട. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ പുന്നാരനിയൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാനൊന്നും പോകുന്നില്ലെന്ന്. സ്നേഹത്തെക്കാളും രക്തബന്ധത്തെക്കാളും വലുതാ സിദ്ധുവിന്റെ പ്രൊഫഷൻ. അത് ഇനിയെങ്കിലും മറക്കാതിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. ഇനി വേണമെങ്കിൽ നടത്തിയെടുക്കാം. എങ്ങനെ? നീ ഒന്ന് മനസ്സ് വെച്ചാ മതി. നീ ചെന്ന് സംസാരിക്കും സിദ്ധുവിനോട്. നീ പറഞ്ഞ സിദ്ധു കേക്കും. നിങ്ങൾ പറഞ്ഞ കേൾക്കാത്തയാളാ ഇനി ഞാൻ പറഞ്ഞ കേൾക്കാൻ പോകുന്ന. നടക്കുന്ന കാര്യമെല്ലാം പറ. നടക്കും. ഞാൻ അവന്റെ മനസ്സ് ശരിക്കും ഒന്ന് കുത്തി ഇളക്കിയിട്ടുണ്ട്. അതിലേക്കേ നീ ഒരു മഴ പോലെ പെയ്തിറങ്ങിയാ മതി. ഡിവോഴ്സ് ചെയ്താലേ അവന് കിട്ടുന്ന ഗുണങ്ങളെ നീ അവനെ പറഞ്ഞു മനസ്സിലാക്കണം. പലതും പറഞ്ഞ് നീ അവനെ പ്രലോഭിപ്പിക്കണം. എന്റെ ബലമായ സംശയം ഞാൻ പറയട്ടെ. അവസാനം നീ ചതിക്കുമെന്നുള്ള തോന്നലുള്ളത് കൊണ്ടാ അവൻ സമ്മതിക്കാത്തത്. അത് മാറ്റിയെടുക്കാൻ നിനക്കേ പറ്റൂ. ശ്രമിച്ചു നോക്ക്. നീ ശ്രമിച്ചാൽ നടക്കും. എന്താ സ്വാമി, എന്തെങ്കിലും വിശേഷമുണ്ടോ? നിരഞ്ജൻ ഡോക്ടറും ശരവണനും തമ്മിൽ ഇന്ന് മുട്ടനടി നടന്നു. ആണോ? അത് കൊള്ളാലോ. ശരവണനായിട്ട് കോർക്കാൻ നിരഞ്ജൻ സാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. നല്ല കപ്പാസിറ്റി ഉള്ളവനാ ശരവണൻ. അവൻ ചിലപ്പോ ഡോക്ടറെ കത്തി മുനയിൽ കോർക്കും. കോർക്കട്ടെ, നല്ലതല്ലേ? ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം തങ്കച്ചി. എങ്ങനെ? ശരവണൻ ആ വീട്ടിൽ കയറി താമസിക്കുന്നതാണല്ലോ നിരഞ്ജൻ സാറിന്റെ പ്രശ്നം. അതൊരു ഒത്തുതീർപ്പിൽ എത്തിച്ചു കൊടുത്താ നമ്മളോട് നിരഞ്ജൻ സാറിന് അല്പെങ്കിലും ഇഷ്ടം തോന്നില്ല. നിരഞ്ജൻ സാറ് നമ്മളായിട്ട് അടുത്ത ജയശങ്കർ സാറല്ലേ ഒറ്റപ്പെടാൻ പോണത്. എന്നിട്ട് നിരഞ്ജന ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കാര്യം നേടാന്ന്. അതെ അതെ, താനീ പറഞ്ഞത് നടന്നേനെ. അപ്പുറത്ത് നിരഞ്ജന അല്ലായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഞാനുമായിട്ട് പൊരുത്തപ്പെടില്ല സ്വാമി. അതുകൊണ്ട് അത്തരം മോഹങ്ങളൊന്നും കൊണ്ടു നടക്കാതിരിക്കുന്നതാ നല്ലത്. അവരവരുടെ പാട്ടിന് വിട്ടേക്ക്. അവർ തമ്മിൽ കോർക്കേ തല്ലുകൂടെ കുത്തിച്ചാവുകയെ എന്ത് വേണമെങ്കിലും നടന്നോട്ടെ. നമ്മൾ ഇടപെടണ്ട. ഇടപെടും എപ്പോഴെന്നറിയോ? പ്രശ്നം വഷളായി കഴിയുമ്പോൾ, അവരുടെ തലയ്ക്ക് തീ പിടിച്ചു തുടങ്ങുമ്പോൾ. അപ്പൊ നമ്മൾ അതിലേക്ക് എണ്ണ കോരി ഒഴിക്കും, ആളിപ്പടരാൻ. അതുവരെ കാത്തിരിക്കാ സ്വാമി, അല്ലാതെ വേറെ വഴിയില്ല. സിദ്ധുട്ടാ, എന്താ? കാല് പിടിക്കാനാ ഞാൻ വന്നത്. കാല് പിടിച്ച് അപേക്ഷിക്കാൻ. എന്നെ ഒന്ന് സഹായിക്കണം. പ്രേമിച്ച് പറഞ്ഞ പ്രപ്പോസല് അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എന്നെ നിരാശപ്പെടുത്തരുത്. നീയും വിഷ്ണു തമ്മിൽ എന്താ ബന്ധം? അത്ര അടുപ്പുള്ള ഒരാൾക്ക് വേണ്ടി അല്ലാതെ നീ ഇങ്ങനൊന്നും ചെയ്യില്ലല്ലോ. പറ, ആരാ അവന്റെ? അതൊക്കെ പിന്നീട് ഒരിക്കലും ഞാൻ പറയാം. വിഷ്ണു അകത്ത് കിടക്കുന്ന ഓരോ ദിവസവും എനിക്ക് പ്രശ്നമാണെന്ന് മാത്രം സിദ്ധുവേട്ടൻ മനസ്സിലാക്കിയാൽ മതി.